ഹായ് ട്രേഡേഴ്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ട്രേഡിംഗ് വ്യൂവിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അതിനകത്ത് തന്നെ വരുന്ന കുറച്ച് ഫ്യൂച്ചേഴ്സ് ആയിട്ടുള്ള പേപ്പർ ട്രേഡിങ്ങും അതുപോലെ തന്നെ സ്ക്രീനറുകൾ കുറച്ച് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ അതിനകത്ത് ഇൻഡിക്കേറ്റർ എങ്ങനെ ആഡ് ചെയ്യുന്ന അതുപോലുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനലും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ ലൈവ് ട്രേഡ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഗൂഗിളിൽ ചെന്നിട്ട് ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ കിട്ടുന്ന ആദ്യത്തെ വെബ്സൈറ്റ് തന്നെയാണ് ട്രേഡിംഗ് വ്യൂവിൻ്റേത്. അപ്പോൾ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ചാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ചാർട്ട് ഓപ്പൺ ആയിട്ട് വരും. ഇതാണ് ട്രേഡിംഗ് വ്യൂവിൻ്റെ പ്ലാറ്റ്ഫോം. ഇതിൽ ആദ്യം തന്നെ ലോഗിൻ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ടൊക്കെ വെച്ച് ഇതിനകത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ലോഗിൻ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്ത് വെക്കുക. ഇതിനകത്ത് നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെ കാണുന്ന പോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ടാബാണ് നിങ്ങൾക്ക് ഡ്രോ ചെയ്യാനായിട്ട്, നമ്മുടെ ചാർട്ടിൽ ഓരോ ഡ്രോ ചെയ്യാനായിട്ടുള്ള ലൈൻസ്, അതിനെ ഹൊറിസോണ്ടൽ ലൈൻസ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് മെഷർ ചെയ്യാനായിട്ട്, അതുപോലെ ബ്രഷ്, ഇതുപോലുള്ള ടൂൾസ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഇതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണില്ല. നിങ്ങൾക്ക് ഇതൊക്കെ വെറുതെ ജസ്റ്റ് നോക്കിയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ ഹൊറിസോണ്ടൽ ലൈനൊക്കെ നമ്മൾ എപ്പോഴും നമ്മുടെ ലെവൽസൊക്കെ മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഹൊറിസോണ്ടൽ ലൈനൊക്കെ എടുക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ തന്നെ പോയി നിങ്ങൾക്ക് ഇത് എടുക്കണം എന്നില്ല. ഇതിനകത്ത് ഷോർട്ട് കീ ഉണ്ട്. അപ്പോൾ ഞാനൊക്കെ ഹൊറിസോണ്ടൽ ലൈൻ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വരയ്ക്കാനായിട്ട് നമ്മൾ ഷോർട്ട് കീ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് കീ ഒക്കെ ഇതുപോലെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഷോർട്ട് കീ യൂസ് ചെയ്യാവുന്നതാണ്. സ്കാനും ടെക്സ്റ്റ് ചെയ്യാനും ഇങ്ങനെയുള്ള ടൂളുകളൊക്കെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ടാബിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് മുകളിലത്തെ ടാബ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടൈം ഫ്രെയിം മാറ്റാനായിട്ട് ഈ ഒരു മുകളിലത്തെ ടാബിൽ തന്നെ ഉണ്ട്. നമുക്ക് 1 hour വേണമെങ്കിൽ 1 hour ആക്കാം, അല്ലെങ്കിൽ ഡേ ആക്കണം എന്നുണ്ടെങ്കിൽ ഡേ ആക്കാം. ടൈം ഫ്രെയിം മാറ്റാനായിട്ട് മുകളിലത്തെ ഈ ഒരു ടാബ് യൂസ് ചെയ്യാവുന്നതാണ്. ടൈം ഫ്രെയിം സെക്കൻഡ്സിലും ഇതിനകത്ത് അവൈലബിൾ ആണ്. പക്ഷേ സെക്കൻഡ്സ് ഒക്കെ നമുക്ക് പെയ്ഡ് വെർഷനിലാണ്. നമുക്ക് ആ പെയ്ഡ് വെർഷൻ്റെ ശരിക്കും ആവശ്യമില്ല. നമ്മൾ 1 minute തൊട്ടൊക്കെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഇതിനകത്തേക്ക് പോകേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഈ ഫ്രീ വെർഷനിൽ തന്നെ ഉണ്ട്. നമുക്ക് സെക്കൻഡ്സിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇൻ കേസ് സെക്കൻഡ്സ് ഒക്കെ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പ്രീമിയം എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു വന്നത് ഈ ടൈം ഫ്രെയിം മാറ്റാനായിട്ട് ഈ ഒരു ടാബ് നിങ്ങൾക്ക് മുകളിൽ ഈ ഒരു ടാബ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് എന്ന് പറയുന്നത് ക്യാൻഡിൽ സ്റ്റിക്ക്. നമ്മളിപ്പോൾ സാധാരണ ക്യാൻഡിൽ സ്റ്റിക്സ് ആണ് നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ക്യാൻഡിൽ സ്റ്റിക്കിൽ തന്നെ ഹൈക്കനാഷ ഉണ്ട്, ഹോളോ ക്യാൻഡിൽസ് ഉണ്ട്, പിന്നെ ലൈൻസ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ട്രേഡ് ചെയ്യുന്നവർ ഈ ഓപ്ഷൻ യൂസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ നോർമലി ക്യാൻഡിൽസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അടുത്ത ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ടാബാണ്. അപ്പോൾ ആ ഇൻഡിക്കേറ്റർ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇൻഡിക്കേറ്ററിൻ്റെ ടാബ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു വി വാപ്പ് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ഞാൻ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കാണിക്കും. അതിനായിട്ട് വി വാപ്പ് എന്ന് ഈ സെർച്ച് ബാറിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ് വി വാപ്പ്. ഓക്കെ, ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ചാർട്ടിലേക്ക്, നമ്മൾ എടുത്തിരിക്കുന്ന ചാർട്ടിലേക്ക് ആ ഇൻഡിക്കേറ്റർ പ്ലോട്ട് ആയിക്കോളും. ഓക്കെ, ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനിത് ഇതുപോലും അറിയാത്ത കുറച്ച് ബിഗിനേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്ത് പോകാം ഈ പാർട്ട്. ഓക്കെ, നമ്മൾ ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് പഠിച്ചു. അതിനുശേഷം വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ടൂളാണ് അലേർട്ട് എന്ന് പറയുന്നത്. ഇത് നമുക്ക് സ്റ്റോക്കുകളൊക്കെ നമുക്ക് അനലൈസ് ചെയ്ത് വെച്ചിട്ട് ഇന്നൊരു പ്രൈസിൽ ബൈ ചെയ്യണം അല്ലെങ്കിൽ ഇന്നൊരു പ്രൈസിൽ സെല് ചെയ്യണം എന്നൊക്കെ ഉള്ളവർക്ക് ആ ഒരു പ്രൈസിലേക്ക് എത്തുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരാനായിട്ട് നിങ്ങൾക്ക് ആ പ്രൈസ് വെച്ചിട്ട് ഇവിടെ അലേർട്ട് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രൈസിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് അലേർട്ട് വരുന്നതായിരിക്കും. ഒരുപാട് സ്റ്റോക്കുകളൊക്കെ വാച്ച് ചെയ്യുന്നവർക്ക് ഈ അലേർട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അവർക്ക് എൻട്രി എക്സിറ്റ് ഒക്കെ മിസ്സാവാതെ എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഇൻഡിക്കേറ്റർ ബ്രേക്കൗട്ടുകളും അതേപോലെ സ്ട്രാറ്റജി ബേസ്ഡ് ആയിട്ടുള്ള ബ്രേക്കൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻട്രി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അലേർട്ട് വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ നോക്കി വെക്കുക. ഈ ഒരു ടാബിനെയാണ് നമ്മൾ വാച്ച് ലിസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു വാച്ച് ലിസ്റ്റിലേക്ക് ഇപ്പോൾ ഞാൻ കുറച്ച് സ്റ്റോക്കുകൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന കുറച്ച് സ്റ്റോക്കുകളാണ്. അപ്പോൾ ഞാനിത് ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് സ്റ്റോക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട്
ഇപ്പോൾ ഞാനൊരു ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്കാണ് നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ വന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ടാറ്റ മോട്ടോഴ്സ്. അപ്പോൾ അങ്ങനെ ടൈപ്പ് ചെയ്ത് തന്നെ നമുക്ക് ഈ ഒരു ലിസ്റ്റ് കാണിക്കും. ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്ക് ഉണ്ട്, ഫ്യൂച്ചേഴ്സ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്കാണ്. നമുക്ക് ഈ ആഡ് ടു വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ നേരെ ഈ വാച്ച് ലിസ്റ്റിലേക്ക് സ്റ്റോക്ക് വരുന്നതായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ചാർട്ട്. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. നമുക്ക് താഴെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബട്ടൺ കണ്ടില്ലേ, ഈ ഒരു ബട്ടണിൽ നിങ്ങൾക്ക് ഈ സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസുകൾ, അതേപോലെ തന്നെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, ഏണിങ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ടാബിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. കാണിക്കുന്നുണ്ട് കണ്ടില്ലേ. ഇവിടെ മോർ ന്യൂസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈഡിൽ ഇപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ടാറ്റ മോട്ടോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ന്യൂസുകൾ അവരിവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ട്രേഡിംഗ് വ്യൂവിലെ നെക്സ്റ്റ് ഒരു ഓപ്ഷനാണ് നമുക്ക് പേപ്പർ ട്രേഡ്. ഇതിനകത്തും പേപ്പർ ട്രേഡ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. പക്ഷേ നമുക്കിതിനകത്ത് ഓപ്ഷൻസിലൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇതുപോലുള്ള സ്റ്റോക്കിലോ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഫ്യൂച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഈ ഒരു ടാബിൽ ഇവിടെ റൈറ്റ് സൈഡിൽ താഴെ വന്ന മുകളിലേക്ക് ഒരു ആരോ ഉണ്ട്. ആ ആരോ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. അതിനായിട്ട് ഇവിടെ തന്നെ ഈ റൈറ്റ് ആദ്യം തന്നെ കാണുന്ന പേപ്പർ ട്രേഡിംഗ് എന്ന് പറയുന്നൊരു ടാബ് ഉണ്ടല്ലേ. ഇതിപ്പോൾ നിങ്ങൾ കണക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മെസ്സേജ് വരും, പോപ്പപ്പ് വിൻഡോ വരും. ഇതിൽ നമ്മൾ കണക്റ്റ് എന്ന് കൊടുത്താൽ നമുക്ക് പേപ്പർ ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതിനകത്ത് ഇവർ ഫ്രീ ആയിട്ട് കുറച്ച് വിർച്വൽ മണിയൊക്കെ നമുക്ക് തരും. ഈ ഒരു പേപ്പർ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റോക്കിലൊക്കെ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഫ്യൂച്ചറിലും ഇൻഡെക്സിലും പറ്റില്ല. വേറൊരു ഓപ്ഷനാണ് സ്റ്റോക്കിൻ്റെ സ്ക്രീനേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഈ ഒരു ടാബ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് സ്ക്രീനർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അത് ഈ ഒരു മുകളിലത്തെ ടാബ് എടുത്തിട്ട് സ്റ്റോക്ക് സ്ക്രീനർ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിവിടെ കാണാൻ പറ്റും. ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പെർഫോമൻസിൽ, അതേപോലെ തന്നെ നിങ്ങൾക്ക് വാല്യുവേഷൻ, കുറേ രീതിയിലൊക്കെ നിങ്ങൾക്കിത് സ്ക്രീനറിൽ നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം. ഫിൽട്ടർ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ടെക്നിക്കൽ വെച്ചിട്ട്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ വെച്ചിട്ടും ടെക്നിക്കൽ വെച്ചിട്ടൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് സോർട്ട് ചെയ്ത് സ്റ്റോക്കുകളൊക്കെ എടുക്കാവുന്നതാണ്. ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് ഉപകാരപ്പെടുന്ന കുറേ കാര്യങ്ങൾ ഓൾറെഡി ട്രേഡിംഗ് വ്യൂവിലുണ്ട്, ഫ്രീ വെർഷനിലുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് യൂസ് ചെയ്തിട്ട് നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ സ്റ്റോക്കിൻ്റെ താഴെ, ഇപ്പം നമ്മൾ ഈ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്, അത് പ്രൈസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഏണിംഗ് റിസൾട്ട് കാര്യങ്ങൾ, അതേപോലെ തന്നെ ഡിവിഡൻഡ് 7.26% പേ ഔട്ട് റേഷ്യോ, അങ്ങനെ കുറച്ച് ഇതിൻ്റെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ഈ സ്റ്റോക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ വ്യൂ, ഇതിൻ്റെ ഒരു ടെക്നിക്കൽ വ്യൂ ആണ് ഇപ്പോൾ ഇവർ ഇവിടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ അനാലിസിസ് റേറ്റിംഗ്, ഈ സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ടെക്നിക്കലും ഏണിങ്ങും കുറേ കാര്യങ്ങളൊക്കെ, കുറേ ഡാറ്റ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ട് ഇപ്പോൾ നിങ്ങളുടെ ട്രേഡിംഗ് സെറ്റപ്പ്, ഇപ്പോൾ നിങ്ങളൊരു സ്റ്റോക്കൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങൾ ഒരു ഇൻട്രാഡേ ട്രേഡറൊക്കെ ആണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ സ്വിംഗ് ട്രേഡൊക്കെ എടുക്കുമ്പോഴും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ച് ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ചിട്ട്. നിങ്ങൾക്കിത് എടുത്ത് ഇതുപോലെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ആഡ് ചെയ്ത് നോക്കാം. അതേപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യുക, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. ഇതിൻ്റെ തന്നെ സ്മാർട്ട് ഫോണിലും ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ഗൂഗിൾ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ട്രേഡിംഗ് വ്യൂവിൻ്റെ ആപ്ലിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് അതിനകത്തും എടുത്ത് വെച്ചൊക്കെ നോക്കാം. ഇതുപോലെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ അതിനകത്തും ആഡ് ചെയ്യാം, ഡ്രോയിങ് ഒക്കെ ചെയ്യാം അതിനകത്ത്. അപ്പോൾ ഇത്ര ഉള്ളൂ ട്രേഡിംഗ് വ്യൂവിൻ്റെ ഒരു പ്ലാറ്റ്ഫോം. നിങ്ങളിത് മാക്സിമം ഉപയോഗിച്ച് നോക്കുക. അറിയാൻ പാടില്ലാത്തവർ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഓപ്ഷൻ്റെ ഇനി ബേസിക് ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ടൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഒരു ടെലിഗ്രാം ചാനലുണ്ട്. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക.